ക്രിസ്മസ്. ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ ചിത്രങ്ങളാണ് വരുന്നത്, അല്ലേ? പക്ഷേ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ കഥയുടെ, ആ പുൽത്തൊട്ടി കഥയുടെ ഹൃദയത്തിൽ ശരിക്കും ലോകത്തെ തലകീഴായി മറച്ച ഒരു വലിയ ആശയമുണ്ട്. അപ്പോൾ കാഴ്ചയിൽ വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ സംഭവത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ സത്യം, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകം കണ്ട ഏറ്റവും വലിയൊരു രാജാവ് ജനിക്കാൻ പോകുന്നു. ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരാൾ. എങ്ങനെയുള്ള ഒരിടത്തായിരിക്കും ആ ജനനം നടക്കുക? നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഒരുപക്ഷേ ഇങ്ങനെയായിരിക്കുമല്ലേ? അതെ, തീർച്ചയായും നമ്മളൊക്കെ ഒരു കൊട്ടാരം തന്നെയല്ലേ പ്രതീക്ഷിക്കുക. സ്വർണം കൊണ്ടുള്ള തൂണുകളും വില കൂടിയ പരവതാനികളുമൊക്കെ ആയിട്ട് ഭയങ്കര പ്രൗഢിയുള്ളൊരു സ്ഥലം. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? നേരെ തിരിച്ചും. മൃഗങ്ങളുടെ ഗന്ധമുള്ള, സാധാരണക്കാർക്ക് പോലും ഒരു രാത്രി തങ്ങാൻ ഇടമില്ലാത്ത ഒരു കാലിത്തൊഴുക്ക്. ഈ ഞെട്ടിക്കുന്നൊരു വ്യത്യാസമുണ്ടല്ലോ, ഇതിലാണ് ഈ കഥയുടെ മുഴുവൻ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്. ഇത് വെറുമൊരു ഭാവനയിൽ വിരിഞ്ഞ കഥയല്ല, മറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്ര സംഭവമായാണ് ഇത് ലോകത്തിനു മുന്നിൽ വരുന്നത്. അതായത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, യഥാർത്ഥ സ്ഥലങ്ങൾ, യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ സംഭവം നടന്നത്? അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഒരു വലിയ ചക്രവർത്തിയുടെ കൽപ്പനയിൽ നിന്നും പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വളരെ ദുർഘടമായ ഒരു യാത്രയിൽ നിന്നുമാണ്. അന്നത്തെ റോമൻ ചക്രവർത്തി സീസർ അഗസ്റ്റസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. സാമ്രാജ്യത്തിലുള്ള എല്ലാവരും പേര് ചേർക്കാൻ വേണ്ടി അവരവരുടെ പട്ടണത്തിലേക്ക് പോകണം. അതോടെ ജോസഫിനും മറിയത്തിനും യാത്ര തുടങ്ങേണ്ടി വന്നു. ഓർക്കണം, മറിയം അന്ന് പൂർണ്ണ ഗർഭിണിയാണ്. ദിവസങ്ങളോളം നീണ്ടുനിന്ന പൊടിയും ചൂടും നിറഞ്ഞ വഴികളിലൂടെയുള്ള ആ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നിരിക്കും അത്. ഒടുവിൽ തളർന്ന അവശരായി അവർ ബെത്ലഹേമിലെത്തിയപ്പോഴോ എല്ലാ സത്രങ്ങളുടെയും വാതിലുകളും അവരുടെ മുഖത്തിനു നേരെ കൊട്ടിയടക്കപ്പെട്ടു. ഒരിടത്തും അവർക്ക് ഒരു മുറി കിട്ടിയില്ല. അങ്ങനെ ആ നീണ്ട യാത്രയുടെയും എല്ലാ വാതിലുകളും അടഞ്ഞതിൻ്റെയും ഒക്കെ അവസാനം നമ്മൾ ആ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിമിഷത്തിലേക്ക് എത്തുകയാണ്. ചരിത്രത്തെ മാറ്റിമറിച്ച ആ ജനനത്തിന്റെ നിമിഷം. അവർക്ക് അവസാനം അഭയം കിട്ടിയത് ആളൊഴിഞ്ഞൊരു കാലിത്തുഴുക്കിലാണ്. പട്ടണത്തിലെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി ആ നിശ്ശബ്ദമായ രാത്രിയിൽ ലളിതമായ ആ തൊഴുത്തിൽ വെച്ച് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം നടന്നു. മറിയം തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ ഇതൊരു സാധാരണ കുഞ്ഞിന്റെ ജനനമായിരുന്നില്ല. ദൈവശാസ്ത്രത്തിൽ നമ്മളിതിനെ അവതാരം എന്നു പറയും. എന്താണിതിന്റെ അർത്ഥം? സ്വർഗവും ഭൂമിയും തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വലിയൊരു അകലം ഇല്ലാതായ നിമിഷമായിരുന്നു അത്. അതുവരെ അദൃശ്യനായിരുന്ന ദൈവം നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു കുഞ്ഞായി മാറിയ ആ അവിശ്വസനീയമായ നിമിഷം. അതിൻ്റെ ഒരു ആഴമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ എല്ലാ അധികാരവും മാറ്റിവെച്ച് സ്വന്തമായി ഒന്നും ചെയ്യാൻ പോലും കഴിവില്ലാത്ത ഒരു നിസ്സഹായനായ കുഞ്ഞായി മാറുന്നു. മഹത്വവും പ്രൗഢിയുമെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും വലിയ ലാളിത്യത്തിലേക്ക് വരുന്നു. ഇതിലും വലിയൊരു മാറ്റം നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റുമോ? അപ്പോ ഇത്രയും വലിയൊരു വാർത്ത, പ്രപഞ്ചം തന്നെ കാത്തിരുന്ന ഈ സന്തോഷവാർത്ത, അതാദ്യമായി ആരെയായിരിക്കും അറിയിച്ചിട്ടുണ്ടാവുക? കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരെയോ? അല്ല. പട്ടണത്തിലെ വലിയ വലിയ ആളുകളെയോ? അതുമല്ല. ആകാശത്തു നിന്നുള്ള ആ വലിയ പ്രഖ്യാപനം ആദ്യമായി കേട്ടത് രാത്രിയുടെ തണുപ്പിൽ ആടുകളെയും കാത്ത് വെളിംപ്രദേശത്തിരുന്നിരുന്ന, സമൂഹത്തിൽ ആരും അത്രയൊന്നും വിലകൽപ്പിക്കാത്ത കുറച്ച് സാധാരണക്കാരായ ഇടയന്മാരായിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്നും വലിയൊരു പ്രകാശം അവരെ ചുറ്റി. ഒരു ദൈവദൂതൻ അവർക്ക് മുന്നിൽ വന്നു നിന്നു. സ്വാഭാവികമായും അവരാകെ പേടിച്ചുപോയി. അപ്പോൾ ആ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ വന്നിരിക്കുന്നത് ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു വാർത്തയുമായാണ്. ഇന്ന് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതൊരു വെറും വാർത്തയായിരുന്നില്ല, അതൊരു പുതിയ യുഗത്തിന്റെ തന്നെ തുടക്കമായിരുന്നു. ആ ദൂതൻ ഇത് പറഞ്ഞു തീർന്നതും അടുത്ത അത്ഭുതം സംഭവിച്ചു. ആ ഒരൊറ്റ ദൂതന്റെ കൂടെ ഒരു വലിയ സ്വർഗീയ സൈന്യം തന്നെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു പാടാൻ തുടങ്ങി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആ രാത്രിയുടെ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ പാട്ടു മുഴങ്ങി. ഒന്ന് ഓർത്തു നോക്കൂ. താഴെ ഭൂമിയിലെ ഏറ്റവും എളിയ സ്ഥലത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നു. മുകളിൽ ആകാശത്ത് സ്വർഗം മുഴുവൻ അത് ആഘോഷിക്കുന്നു. അപ്പോ ഇതെല്ലാം കണ്ട ആ ഇടയന്മാർ എന്തു ചെയ്തു? അവരവിടെ തന്നെ ഇരുന്നില്ല. ഒരു നിമിഷം പോലും സംശയിച്ചില്ല. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് വേഗം ബെത്ലഹേമിലേക്ക് പോകാം, ഈ സംഭവം കാണാം. അവരങ്ങോട്ട് ഓടി. അവിടെ എത്തിയപ്പോൾ ദൂതൻ പറഞ്ഞത് അതുപോലെ തന്നെ അവർ കണ്ടു. മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെയും. ആ കാഴ്ച ശരിക്കും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും
വഴിയിൽ കണ്ടവരോടെല്ലാം ഈ സന്തോഷവാർത്ത വിളിച്ചു പറഞ്ഞുകൊണ്ടുമാണ് അവർ മടങ്ങിപ്പോയത്. അപ്പോ ഈ സംഭവങ്ങളെല്ലാം കേൾക്കാൻ നല്ല ഭംഗിയുള്ളൊരു കഥ പോലെ തോന്നാം. പക്ഷേ ഇത് അതിലും എത്രയോ വലുതാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ വളരെ ആഴത്തിലുള്ള ചില സത്യങ്ങളുണ്ട്. അപ്പോ ഈ കഥയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം എവിടെയോ ദൂരെയുള്ള ഒരാളല്ല എന്ന സത്യമാണ്. അവൻ നമ്മോടൊപ്പം, നമ്മളിൽ ഒരാളായി ജീവിക്കാൻ ഈ ഭൂമിയിലേക്ക് തന്നെ വന്നു. ഇനി രണ്ടാമത്തത്, യഥാർത്ഥ ശക്തി കാണിക്കാൻ വലിയ കൊട്ടാരങ്ങളുടെയും അധികാരത്തിന്റെയും ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു പുൽത്തൊട്ടിയുടെ ലാളിത്യത്തിലാണ് ദൈവം തന്റെ ഏറ്റവും വലിയ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തത്. മൂന്നാമതായി, എത്ര വലിയ ഇരുട്ടിലും പ്രതീക്ഷയ്ക്കൊരു വെളിച്ചമുണ്ട്. ആ ജനനം ലോകത്തിനു മുഴുവൻ നൽകിയൊരു വലിയ പ്രകാശമായിരുന്നു. ശരി, 2000 വർഷം മുൻപ് നടന്ന ഈ കഥയൊക്കെ കൊള്ളാം. പക്ഷേ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ തിരക്കിട്ടോടുന്ന ലോകത്ത് ആ പുൽത്തൊട്ടിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. നമ്മുടെയൊക്കെ ലോകം ഒരാളുടെ വിജയം അളക്കുന്നത് എങ്ങനെയാണ്? സാധാരണയായി പണം, പദവി, അധികാരം, പുറത്തു കാണുന്ന പ്രൗഢി, ഇതൊക്കെ നോക്കിയാണല്ലേ? എന്നാൽ ആ പുൽത്തൊട്ടി നമ്മളെ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചുള്ളൊരു കാര്യമാണ്. യഥാർത്ഥ മഹത്വം ഈ പുറമോടിയിലൊന്നുമല്ല, മറിച്ച് വിനയത്തിലും ലാളിത്യത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന വലിയ പാഠം. അതുകൊണ്ട് ഈ കഥ നമ്മൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ലോകത്തിന്റെ കണ്ണിൽ വലിയവനാകാൻ വേണ്ടി നിങ്ങൾ വലിയ പണക്കാരനോ പ്രശസ്തനോ ആകേണ്ട ആവശ്യമില്ല. സ്നേഹവും കരുണയുമുള്ള ഒരു നല്ല ഹൃദയം മാത്രം മതി. കാരണം ഏറ്റവും ലളിതമായ കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ ബത്ലഹേമിലെ സത്രങ്ങളിൽ ജോസഫിനും മറിയത്തിനും ആരും ഒരിടം കൊടുത്തില്ല, അല്ലേ? അപ്പോ ഇന്നീ കഥ നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിത തിരക്കുകൾക്കിടയിൽ ദൈവത്തിന് വസിക്കാൻ നമ്മുടെ ഹൃദയത്തിലൊരിടമുണ്ടോ? ആ പുൽത്തൊട്ടിയിലെ ലാളിത്യവും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ നമ്മൾ സമ്മതിക്കുമോ? ഈയൊരു ചോദ്യം നിങ്ങൾ ഓരോരുത്തർക്കുമായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു.